SDP വോട്ട് വേണമോ എന്ന ചോദ്യത്തിന് വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ടുകളും ഞങ്ങൾക്ക് വേണം. അടുത്ത ചോദ്യം, RSSൻ്റെയും BJP വോട്ട് ഇതുപോലെ വേണ്ട എന്ന് പറയുമോ എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ വേണമോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് വ്യക്തമായ മറുപടി TP രാമകൃഷ്ണൻ പറഞ്ഞതുമില്ല. ഇതിനിടെ ഇതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു. SDP LDFനെ പിന്തുണയ്ക്കുന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. SDP ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് KPCC പ്രസിഡന്റും ഇന്ന് പ്രതികരിച്ചു. മീഡിയ വണ്ണിന്റെ തീപാറും മണ്ഡലം പര്യടന പരിപാടിയിലാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ SDP കടന്നാക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി. പിന്തുണയുമായി വരുന്ന ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാണ്, SDPIയുമായിട്ട് അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് CPM-ഉം ആയിട്ട് ചേർന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും SDPI ഇല്ല. അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കും വോട്ട് ചെയ്യാം. എവിടെയും കാണാത്ത പ്രസ്താവനയ്ക്ക് എന്തിനു മറുപടി പറയണമെന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇവിടെ ഞാൻ അത്തരത്തിൽ പ്രസ്താവന കണ്ടിട്ടില്ല. ഓരോ ആൾ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നതിന് ഞാനെന്ത് പറയാനാണ്? സമാനമായ പ്രതികരണമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും നടത്തിയത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇതൊന്നും കേട്ടിട്ടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതേക്കുറിച്ച് ഞാനൊന്നും കേട്ടിട്ടില്ല. SDP-യുടെ നയം വ്യക്തമായ ശേഷം നിലപാടെടുക്കുമെന്നാണ് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. ഇല്ലില്ല, അവരിന്നലെ പറഞ്ഞത് ഓരോ നിയോജകമണ്ഡലത്തെ ആശ്രയിച്ചായിരിക്കും. SDP അങ്ങനെ CPM-ഉമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ചു എന്ന് കരുതുന്നുണ്ടോ? അതറിയില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമല്ല, നിലപാടുകൾ വ്യക്തമല്ല, ചർച്ച നടക്കുന്ന ഞാൻ മനസ്സിലാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിനുകളിൽ SDP-യെ കടന്നാക്രമിക്കാതിരിക്കാൻ ഇരുമുന്നണികളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മുഹമ്മദ് നൌഫൽ, മീഡിയ വൺ, കണ്ണൂർ.